നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ മരണസംഖ്യ ഉയരുന്നു. രക്ഷാപ്രവർത്തനത്തിന് തൃശൂരിൽ നിന്നും 40 അംഗ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വയനാട്ടിലെത്തി. മഴപ്പെയ്ത്തിൽ ദുരിതം തീരാതെ ജില്ല, കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടലിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. തൃശൂർ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പെരിങ്ങാവിൽ വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മന്ത്രി ആർ ബിന്ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തൃക്കൂർ, പുതുക്കാട്, നെന്മണിക്കര, അളഗപ്പ നഗർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സമാനമായ രീതിയിൽ വെള്ളം ഉയർന്നു. നെന്മണിക്കര പഞ്ചായത്തിൽ 1000-ഓളം വീടുകൾ വെള്ളത്തിലായി. കരുവന്നൂർ പുഴയിൽ ശക്തമായ കുത്തൊഴുക്കിൽ എട്ടുമന, വൈക്കോൽച്ചിറ, കമന്റ മുഖം പൊട്ടി. സമീപത്തെ ഭിത്തികളും റോഡിന്റെ വശങ്ങളും തകർന്നു. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ NDAയും 2 സീറ്റിൽ LDFും വിജയിച്ചു. പാവറട്ടി 1-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്ന് NDA സീറ്റ് പിടിച്ചെടുത്തു. മുള്ളൂർക്കര 11-ാം വാർഡിലേക്കും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായാണ് സ്ലൂയിസ് വാൽവ് തുറന്നത്. ഇതോടെ കുറുമാലി, കരുവന്നൂർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങി. പഴഞ്ഞി ജെറുസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാട്ടകമ്പാൽ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന M18 സ്കൂട്ടറുകൾ ഇനി ഓർമ്മയാകുന്നു. പരിഷ്കാരത്തിന്റെ ഭാഗമായി M80 സ്കൂട്ടർ നാളെ മുതൽ ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കർശനമായി നിരോധിച്ചതിനെ തുടർന്നാണ് ഒഴിവാക്കുന്നത്. മഴയ്ക്ക് നേരിയ ശമനമായതോടെ ചാവക്കാട് ഏനാമാവ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായി. കനോലി കനാൽ കര കവിഞ്ഞതിനെ തുടർന്ന് ചാവക്കാട് വഞ്ചിക്കടവിൽ നിന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൃപ്രയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. നാട്ടിക സർവീസ് സഹകരണ സംഘം ഹാളിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുന്ന നൌഷാദ് അനുസ്മരണം നടന്നു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കുന്നംകുളം മണ്ഡലത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ തടി കഷ്ണങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചേലക്കരയിൽ നിന്ന് വാഴക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൂർ കൈനൂരിൽ വെള്ളക്കെട്ടിലകപ്പെട്ട് കാണാതായി. യുവാവിനായി 2ാം ദിവസവും തിരച്ചിൽ നടത്തി. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ അഖിലിനെയാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായ ആനയെ നടയിരുത്തി. ഗുരുവായൂർ തുളസിയില ഡിവൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന രമ P മേനോനാണ് ആനയെ നടയിരുത്തിയത്. വയനാട് ദുരന്തം ബാധിതരെ സഹായിക്കാൻ പായമൽ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രത്തിൽ 1 ദിവസത്തെ വരുമാനം നൽകും. നാലമ്പല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച 3,04,480 രൂപയാണ് പായമൽ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് വയനാട് ദുരന്ത ബാധിതർക്ക് കൈമാറുക. കരിമത്ര പാറപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ കോൺക്രീറ്റ് പാലം തകർന്നു. 3 വീടുകൾ ഒറ്റപ്പെട്ടു. വീടുകൾ തകരാതിരിക്കാൻ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തടയാൻ സന്നദ്ധ പ്രവർത്തകർ മതിൽ പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് സമീപത്തെ പാലം തകർന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി നിലച്ചു. പാടത്തിന് കുറുകെയുള്ള പാലവും അപ്രോച്ച് റോഡും ഉയർത്തിപ്പണിയണമെന്ന് നാട്ടുകാർ. ശക്തമായ മഴയിൽ നണത്തറ തോട് കരകവിഞ്ഞൊഴുകി. ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളിലെ 50 ഏക്കറോളം വിരിപ്പ് കൃഷി വെള്ളത്തിൽ മുങ്ങി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധസേവയും ആനയൂട്ടും നടന്നു. കുട്ടഞ്ചേരി മൂസദ് ഇല്ലത്ത് നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന മുക്കുടി ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്തിന് നൽകി ഔഷധസേവയ്ക്ക് തുടക്കം കുറിച്ചു.
മീൻ വളർത്തലിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന നിലയിൽ അടച്ച മണൽപ്പുഴ കണ്ണോത്ത് പാടശേഖരത്തിലെ സ്ലൂയിസുകൾ തുറക്കും. നാട്ടുകാർ നൽകിയ പരാതിയിൽ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ സുവിധം ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സുവിധ സംഗമം മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KP കരുണാകരൻ അധ്യക്ഷനായി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലീഗൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി. ക്രെയിൻ എത്തിച്ചാണ് വലിയ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. മതിലകം കൂരിക്കുഴി ശ്രീനാഥ് കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോഴിപ്പറമ്പിൽ ഷിജിൽ, റെജി എന്നിവരെയാണ് തൃശൂർ അഡീഷണൽ കോടതി ശിക്ഷിച്ചത്. പുഴയിലെ വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഫാക്ടറി ഭാഗത്തെ കടവിനോരത്താണ് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ജഡം കണ്ടത്. പൈങ്കുളം ഷൊർണൂർ പ്രധാന പാതയിലെ കൊച്ചപ്പൻപടിയിൽ റോഡ് തകർന്നു. പുതുതായി ടാറിംഗ് ചെയ്ത റോഡാണ് മഴയിൽ തകർന്നത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.